ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്തി. നേരത്തെ ഇത് 3 ലക്ഷം വരെയായിരുന്നു. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡും തമ്മിൽ സഹകരിച്ച് KCCക്ക് തുടക്കം കുറിച്ചത് 1998-ലാണ്. കൃഷി ചെയ്യാൻ പണത്തിന് ക്ഷാമമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കർഷകർ കൊള്ളപ്പലിശയ്ക്ക് കടമെടുക്കുകയും താങ്ങാൻ കഴിയാത്ത പലിശയായതിനാൽ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും അത് പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യവും നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതിന് പരിഹാരമായാണ് കർഷകർക്ക് ന്യായമായ നിരക്കിൽ വായ്പ നൽകാൻ ഉദ്ദേശിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത്. ഈ പദ്ധതി പ്രകാരം വെറും 4% പലിശ നിരക്കിലാണ് കർഷകർക്ക് വായ്പ ലഭിക്കുന്നത്. KCCയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. ഈ പദ്ധതി പ്രകാരം പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് വായ്പയെടുക്കാൻ കഴിയുമായിരുന്നത്. എന്നാൽ അതിപ്പോൾ 5 ലക്ഷമാക്കിയിരിക്കുകയാണ്. വിളകളുടെ ഉൽപ്പാദനത്തിലോ മൃഗസംരക്ഷണം പോലുള്ള അനുബന്ധ പ്രവർത്തനങ്ങളിലോ മത്സ്യബന്ധനത്തിലോ ഏർപ്പെടുന്നവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 1,60,000 മുകളിലുള്ള വായ്പകൾക്ക് ഗ്യാരണ്ടി ആവശ്യമായിരുന്നു. എന്നാൽ അടുത്തിടെ ഗ്യാരണ്ടി രഹിത വായ്പകളുടെ പരിധി 2 ലക്ഷം രൂപയായി റിസർവ് ബാങ്ക് ഉയർത്തിയിരുന്നു. അതിനാൽ ഇപ്പോൾ 2 ലക്ഷം രൂപ വരെയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് യാതൊരുവിധ കൊളാറ്ററലും വേണ്ടതില്ല. എടുത്ത വായ്പ ഉടനെ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 4% പലിശ നൽകിയാൽ മതി. കൂടാതെ 3% കിഴിവും ലഭിക്കുന്നതാണ്. KCC വായ്പയുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് ഫീസ്, ഡോക്യുമെന്റേഷൻ, പരിശോധന തുടങ്ങിയ ഫീസുകൾ ഒഴിവാക്കണമെന്ന് ബാങ്കുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. KCCയുടെ ലക്ഷ്യം തന്നെ ചെറുകിട നാമമാത്ര കർഷകരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക എന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ലഭ്യമായ ഓപ്ഷനുകളിൽ നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക. അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആപ്ലിക്കേഷൻ പേജ് തുറന്നു വരും. ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ വിശദാംശങ്ങളും ഫിൽ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. വായ്പ ലഭിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ തുടർ നടപടികൾക്കായി 3-4 ദിവസത്തിനുള്ളിൽ ബാങ്ക് അപേക്ഷകനുമായി കോൺടാക്റ്റ് ചെയ്യും.